إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الرحمن على العرش استوى ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം ഈ പള്ളിയിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക പരമ്പരയുടെ 4ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അസ്മാഉല്ലാ, അള്ളാഹുവിൻ്റെ തിരുനാമങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് വളരെ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഏതാനും ചില നാമങ്ങളുമൊക്കെ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ, അർ റഹീം എന്നീ 2 തിരുനാമങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെ കുറിച്ചുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവൻ അർ റഹ്മാനും അർ റഹീമുമാണ് എന്ന വിശ്വാസം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മല മാറ്റിവെച്ചാൽ തന്നെ അർ റഹ്മാൻ എന്ന നാമം 57 തവണയും അർ റഹീം എന്ന നാമം 114 തവണയും വന്നിട്ടുണ്ട്. സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന ബസ്മലയിൽ വേറെയും ഇങ്ങനെ വളരെ കൂടുതൽ തവണ വന്നിട്ടുള്ള, കൃത്യമായി പഠിച്ചിരിക്കേണ്ടുന്ന റഹ്മത്ത് എന്ന
മഹത്തായ സിഫത്തിൻ്റെ ഉടമയായ അള്ളാഹുവിൻ്റെ നാമമാണ് അർ റഹ്മാൻ അർ റഹീം എന്നീ നാമങ്ങൾ. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ല അർ റഹ്മാൻ എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞത് ഇസ്മുൻ ദാലുൻ അലാ അന്നഹു തആല ദു റഹ്മത്തിൻ വാസിഅ വസിഅത് കുല്ല ഷൈഇൻ. എല്ലാ വിഷയത്തെയും ഉൾക്കൊള്ളുന്ന വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമയാണ് അള്ളാഹു എന്നാണ് അർ റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യം ഏകുന്നവൻ എന്നർത്ഥം. അള്ളാഹുവിന് ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുന്ന അവൻ്റെ അടിയാറുകൾക്കും അവനെ ധിക്കരിച്ച് നിഷേധിച്ച് ജീവിക്കുന്ന അവൻ്റെ അടിമകൾക്കും ഒരുപോലെ ഭൗതിക ലോകത്ത് കാരുണ്യം ചൊരിയുന്നവനാണ് അർ റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന് മാത്രം ഇടേണ്ട നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അർ റഹ്മാൻ എന്ന നാമം. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചിലത് അള്ളാഹുവിന് മാത്രം ഇടേണ്ടവയും മറ്റു ചിലത് അള്ളാഹുവിനും അല്ലാത്തവർക്കും ഇടാൻ പറ്റിയതുമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ അള്ളാഹു അൽ ഖാലിഖ് പോലുള്ള നാമങ്ങൾ അള്ളാഹുവിന് മാത്രം നാമകരണം ചെയ്യേണ്ട നാമങ്ങളാണ്. അതിൽപ്പെട്ട നാമമാണ് അർ റഹ്മാൻ എന്ന നാമം. എന്നാൽ അർ റഹീം എന്ന നാമം പടപ്പുകൾക്കും ഇടൽ അനുവദനീയമായിട്ടുള്ള നാമങ്ങളിൽപ്പെട്ട നാമമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് പേര് വെക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പോലെയാണ് എന്ന് മനസ്സിലാക്കാൻ പാടില്ല എന്നു മാത്രം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചോളൂ, അവിദ്ഉർ റഹ്മാൻ, അല്ലെങ്കിൽ റഹ്മാനെ എന്ന് നിങ്ങൾ വിളിച്ചോളൂ, അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവൻ്റെ ഏത് നാമങ്ങളെ കൊണ്ട് നിങ്ങൾ അവൻ അഭിസംബോധന ചെയ്താലും അവൻ്റെ മുഴുവൻ നാമങ്ങളും അത്യുത്തമമായ നാമങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഏത് നാമം വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയാൻ വേണ്ടി ഉദാഹരണമായി 2 നാമങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു എന്ന നാമത്തിൻ്റെ കൂടെ പറഞ്ഞത് അർ റഹ്മാൻ എന്ന നാമമാണ്. നിങ്ങൾ അള്ളാഹു എന്നോ അർ റഹ്മാൻ എന്നോ എന്തോ വിളിച്ചോളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം എല്ലാത്തിനെയും പൊതിഞ്ഞിരിക്കുകയാണ്. അർ റഹ്മാൻ, പരമകാരുണികൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. പരമകാരുണികൻ, എല്ലാ നിലക്കും കരുണ ചൊരിയുന്നവൻ. അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും അത് പറയാനുള്ള നാവ് നൽകിയവൻ, അവന് ജീവൻ നൽകിയവൻ, അന്നം നൽകുന്നവൻ, വായു നൽകുന്നവൻ, വെള്ളം നൽകുന്നവൻ, ഭൗതിക ലോകത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവൻ, അവൻ അർ റഹ്മാൻ, പരമകാരുണികനാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 40-ാം അധ്യായം സൂറത്തു ഗാഫിറിലെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം, നിന്റെ അറിവ് എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥനയായി പഠിപ്പിക്കുകയാണ്. മലക്കുകൾ പറയാണ്, അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 156-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. വറഹ്മതി, എൻ്റെ കാരുണ്യമുണ്ടല്ലോ, വസിഅത്ത്, അത് വിശാലമാണ്, ഉൾക്കൊള്ളുന്നതാണ്, കുല്ല ഷൈഇൻ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന കാരുണ്യമാണ് എനിക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് എന്നല്ല, ഒരു അവിശ്വാസിക്ക് പോലും ഭക്ഷണവും പാനീയവും വസ്ത്രവും പാർപ്പിടവും തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ചില സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത മനസ്സിലാക്കി കൊടുക്കുന്ന ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. യുദ്ധത്തിൽ
തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ദീർഘനേരം അവിടെയും ഇവിടെയും തെരഞ്ഞു നടന്ന് അവസാനം അവരുടെ കുട്ടിയെ കണ്ടെത്തുകയാണ്. ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് മുലപ്പാൽ നൽകുന്ന ആ ഉമ്മയെ ഉദാഹരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതറൗന ഹാദിഹിൽ മർഅ ത്വാരിഹത്തൻ വലദഹാ ഫിന്നാർ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ കുഞ്ഞു മോളെ ആ ഉമ്മ വലിച്ചെറിയുമെന്ന്, തീയിലേക്കിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ കുട്ടിയെ ആ കുഞ്ഞു മകനെ വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബികളൊക്കെ പറഞ്ഞു, ലാ വല്ലാഹി, അല്ലാഹു ആണേ സത്യം, അതൊരിക്കലും ആ ഉമ്മ ചെയ്യൂല. ഉമ്മക്ക് ആ കുട്ടിയോട് അത്രയും കാരുണ്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ പൊന്നുമ്മ ആ കുഞ്ഞു മകനോട് കാണിക്കുന്ന കാരുണ്യം എത്രയാണോ അതിലേറെ എത്രയോ ഇരട്ടി കാരുണ്യം തൻ്റെ അടിമകളോട് കാണിക്കുന്നവനാണ് നമ്മുടെ ഉടമയായ റബ്ബ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് രാവും പകലും മാറി മാറി വരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. നമുക്ക് പകലിൽ ഉപജീവനം തേടാനും രാത്രിയിൽ സുന്ദരമായി കിടന്നുറങ്ങാനും സാധിക്കുന്നത് റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 73-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വമിൻ റഹ്മത്തിഹി, അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാണ് കേട്ടോ, അവൻ റഹ്മാൻ ആയതുകൊണ്ടാണ് കേട്ടോ, അവൻ റഹീം ആയതുകൊണ്ടാണ് കേട്ടോ, ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി, രാവും പകലുമൊക്കെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറി മാറി വരുന്നതാക്കി തന്നിട്ടുള്ളത്. വലിതബ്തഗൂ മിൻ ഫളിഹി, പകലിൽ ഉപജീവനം തേടുന്നു, രാത്രിയിൽ കിടന്നുറങ്ങുന്നു. ഇങ്ങനത്തെ അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് തന്നത് റഹ്മത്ത് കൊണ്ടാണ്. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾക്കൊന്ന് നന്ദി കാണിക്കുന്നവരായിക്കൂടെ. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് ഈ രാവും പകലും മാറി വരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആകാശത്ത് നിന്ന് മഴ നൽകുന്നതും മഴയാകുന്ന അനുഗ്രഹത്തിന് മുന്നേ സന്തോഷ വാർത്തയെന്നോണം കാറ്റടിക്കുന്നതും മഴ പെയ്ത് സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്നതുമൊക്കെ അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 57-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ ബൈന യദൈ റഹ്മത്തിഹി, മഴയെക്കുറിച്ച് പറഞ്ഞത് അള്ളാന്റെ കാരുണ്യത്തിന് മുന്നേ സന്തോഷ വാർത്ത അറിയിക്കുന്ന കാറ്റുണ്ടല്ലോ എന്നാണ്. കാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മഴ ഒരു സന്തോഷ വാർത്തയാണെന്നും അത് റഹ്മത്താണ് എന്നും അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഇത്തരം റഹ്മത്തുകളൊക്കെ എല്ലാവർക്കും കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന ആളുകൾക്കും മഴവെള്ളം കിട്ടും. അവർക്കും കൃഷി ഇറക്കുമ്പോൾ വിത്തുകൾ മുളച്ചു വരും, സസ്യലതാദികൾ വരും. അതൊക്കെ അള്ളാഹു എല്ലാവരോടും കാണിക്കുന്ന കാരുണ്യമാണ്. അവൻ റഹ്മാനാണ് എന്നതിനുള്ള തെളിവാണ്. റഹീം എന്നതും റഹ്മാൻ എന്നതും തമ്മിലുള്ള വ്യത്യാസം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത്, റഹ്മാൻ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ കാരുണ്യത്തെ, അവൻ്റെ കാരുണ്യം എല്ലാത്തിനെയും അതിജയിച്ചു നിൽക്കുന്നു എന്നതിനെ അറിയിക്കുന്നുണ്ട്. ദു റഹ്മത്തിൻ വാസിഅ ഫിദ്ദുനിയ വൽ ആഖിറ, അവൻ ഇഹലോകത്തും ഫിദ്ദുനിയ, ഈ ഇഹലോകത്ത് കാഫിറിനും മുസ്ലിമിനും ഒരുപോലെ അള്ളാഹു കരുണ ചെയ്യും. അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ റഹീം എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് അവനെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന അടിമകൾക്ക് പ്രത്യേകം നൽകുന്ന ഒരു പ്രത്യേക കാരുണ്യമാണ് റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് വരുന്ന കാരുണ്യം. ഇൻഷാ അല്ലാഹ് ഭാഗം എത്തുമ്പോൾ കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഫൻളുർ ഇലാ ആസാരി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലം കൊണ്ട് ഇവിടെ എന്തൊക്കെയാ ഉണ്ടാകുന്നത് എന്ന് നോക്കിക്കൂടെ. കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായതിനു ശേഷം ഭൂമിയെ സജീവമാക്കുന്നത് അള്ളാഹു അല്ലേ. ഇന്ന ദാലിക ലമുഹ്യിൽ മൗത, അങ്ങനെ തന്നെ അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യും. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ കോപത്തെ അതിജയിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന് റഹ്മത്തുമുണ്ട് ഗളബുമുണ്ട്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം, ഗളബ് എന്ന് പറഞ്ഞാൽ കോപം.
അള്ളാഹുവിന്റെ കാരുണ്യം, റഹ്മത്ത് അവന്റെ ഗളബിനെ, കോപത്തെ അതിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയപ്പോൾ, കതബ ഇൻദഹു ഫൗക അർശിഹി, അവന്റെ അരികിൽ അർശിന് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചു, ഇന്ന റഹ്മതി സബഖത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു, മറികടന്നിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കോപത്തെ മറികടക്കുന്ന കാരുണ്യമുണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് എന്നർത്ഥം. അള്ളാഹുവിന്റെ കോപമാണ് കാരുണ്യത്തെ അതിജയിച്ചിരുന്നതെങ്കിലോ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ അള്ളാഹു കോപിച്ച് അപ്പപ്പോൾ നമ്മൾ പിടികൂടുകയാണെങ്കിലോ. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് ആവർത്തിച്ചു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 61-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിളുൽമിഹിം, മനുഷ്യർ ചെയ്ത അക്രമങ്ങൾക്കനുസരിച്ച് അവരെ പിടിച്ചിരുന്നുവെങ്കിൽ, നാം അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ, മാ തറക അലൈഹാ മിൻ ദാബ്ബ, ഭൂമിയിൽ ഒരു ജീവിയും ബാക്കി ഉണ്ടാകൂലായിരുന്നു. മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നാം അവരെ പിടികൂടുകയാണെങ്കിൽ ഒരാളും ഇവിടെ ബാക്കി ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിൽ ആയത്തോതി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്ത് ഫാത്തിറിലെ 35-ാം അധ്യായം 45-ാം വചനത്തിൽ അള്ളാഹു വീണ്ടും പറഞ്ഞു, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിമാ കസബു, മനുഷ്യർ ചെയ്ത് കൂട്ടുന്ന സമ്പാദിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നാം അവരെ പിടിച്ചാൽ, മാ തറക അലാ ളുഹ്രിഹാ മിൻ ദാബ്ബ, ഭൂമുഖത്തൊരു ജീവിയും ഉണ്ടാവുകയില്ല. അപ്പൊ അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് എന്ന ബോധം വിശ്വാസികളെ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നോക്കൂ നിങ്ങൾ, ഹാത്തിം അൽ അസം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വലിയ സാഹിദായിരുന്നു. ഭൗതിക വിരക്തി കാണിച്ച് ദീനിനോട് ഏറെ കൂറ് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചോർത്ത് മുൻഗാമികൾ കരഞ്ഞ ചരിത്ര സംഭവമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അബ്ബാസി ഭരണകാലഘട്ടത്തിലെ ഹാറൂൺ റഷീദിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു സംഭവം. അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടായി. വീട്ടിൽ മുഴുവൻ പെൺമക്കളാണ്. താൻ ഹജ്ജിന് പോകാൻ നിന്നാൽ അവരെ നോക്കാൻ ആരാകും എന്ന പേടി അദ്ദേഹത്തിനുണ്ട്. എല്ലാവരെയും കൂട്ടി ഹജ്ജിന് പോകാനുള്ള അവസ്ഥയും അദ്ദേഹത്തിനില്ല. തൻ്റെ മക്കളോട് അനുവാദം ചോദിച്ചപ്പോൾ ചെറിയ മക്കളൊന്നും അനുവദിച്ചില്ലെങ്കിലും മൂത്ത മകൾ, ഉപ്പ പോയിക്കോളൂ, ഞങ്ങൾ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാമെന്ന് പറയുകയും മക്കളുടെ അഭിപ്രായത്തോടുകൂടി തൃപ്തിയോടുകൂടി ഹാത്തിം റഹിമഹുല്ല അദ്ദേഹം ഹജ്ജിന് പോവുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പട്ടിണിയാകാൻ തുടങ്ങി. ഇറാഖിലെ ഖുറാസാനിൽ നിന്നാണ് അദ്ദേഹം ഹജ്ജിന് പോയിട്ടുള്ളത്. ദിവസങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ പട്ടിണിയായ സമയത്ത് ചെറിയ മക്കളൊക്കെ വലിയവളോട്, മൂത്തവളോട് പരാതി പറയാൻ തുടങ്ങി. നീ അനുവദിച്ചത് കൊണ്ടല്ലേ, നീ പറഞ്ഞതുകൊണ്ടല്ലേ ബാപ്പ പോയത് എന്നൊക്കെയായി കാര്യം. അതിനിടയിൽ അതാ ഹാറൂൺ റഷീദ് അദ്ദേഹത്തിന്റെ പരിവാരവുമായി ഒരു യാത്ര പോകുന്നതിനിടയിൽ ഇവരുടെ വീടിന് മുറ്റത്ത് അവർ എത്തി. ആ വീട്ടിൽ നിന്ന് അല്പം വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു, അത് കുടിച്ചു. ഹാറൂൺ റഷീദ് ഇത് ആരുടെ വീടാണെന്ന് അന്വേഷിച്ചു. ഹാത്തിമിന്റെ വീടാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അറിയപ്പെട്ട വ്യക്തിയാണ് ഹാത്തിമെങ്കിലും ഇത്രയും ചെറിയൊരു കൂരയായിരിക്കും, വീട്ടിൽ ഇത്രയും പ്രയാസകരമായ അവസ്ഥയായിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും നാണയങ്ങളുമെല്ലാം അവിടേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ ഇഷ്ടമുള്ളവരെല്ലാം ഞാൻ ചെയ്തതുപോലെ ചെയ്യട്ടെ. ഹാറൂൺ റഷീദിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവരുടെ കയ്യിലുള്ള നാണയങ്ങളിൽ നിന്ന് കൊടുക്കാവുന്ന അത്രയും ആ വീട്ടിലേക്ക് കൊടുത്തു. അവരുടെ വീട്ടിൽ വല്ലാത്ത സന്തോഷമായി. എല്ലാവരും ഉല്ലസിക്കാൻ, ആഹ്ലാദിക്കാൻ തുടങ്ങി. പക്ഷേ മൂത്ത മകൾ മാത്രം ഒരു ഭാഗത്തിരുന്ന് മാറിയിരുന്ന് കരയുകയാണ്. അവർ ചോദിച്ചു, താത്ത അങ്ങക്ക് എന്താ പറ്റിയത്? ഇപ്പോഴല്ലേ നമുക്ക് സന്തോഷകരമായ അവസ്ഥ ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ, ആ പെൺകുട്ടി, ആ മൂത്ത മകൾ പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഞാൻ ഓർത്തു പോവുകയാണ്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരു പടപ്പ്, അല്പം ഒരു കാരുണ്യം നമ്മോട് കാണിച്ചപ്പോഴേക്ക് നമ്മുടെ അവസ്ഥകൾക്ക് ഇത്രമാത്രം മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ, കാരുണ്യവാനായ അള്ളാഹു നമ്മളോട് സദാസമയവും കരുണ കാണിച്ചാൽ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാകും. റബ്ബിന്റെ കാരുണ്യത്തെയാണ് നമ്മൾ തേടേണ്ടത് എന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അള്ളാഹുവിന് 100 കാരുണ്യമുണ്ട്.
അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം. ഇഴജന്തുക്കൾക്കിടയിലും വന്യമൃഗങ്ങൾക്കിടയിലും മനുഷ്യർക്കിടയിലും ജിന്നുകൾക്കിടയിലും ജന്തു ജീവജാലങ്ങൾക്കിടയിലും അതിൽ നിന്ന് ഒരു കാരുണ്യത്തെയാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ഫബിഹാ യതആതഫൂന വബിഹാ യതറാഹമൂന വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ആ ഒറ്റ കാരുണ്യം കൊണ്ടാണ് മനുഷ്യർ പരസ്പരം കരുണ കാണിക്കുന്നത്. ജിന്നുകൾക്കിടയിലെ കരുണ കാണിക്കൽ, മൃഗങ്ങൾക്കിടയിലെ കരുണ കാണിക്കൽ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന കാരുണ്യം. ഒരു വന്യമൃഗം പോലും അതിന്റെ കുഞ്ഞിന് പരിക്കേൽക്കാതിരിക്കാൻ കാല് പൊക്കിക്കൊടുക്കുന്നതും, ഒരു പക്ഷി അതിന്റെ പക്ഷിക്കുഞ്ഞിനെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നതും എല്ലാം ആ ഒരൊറ്റ കാരുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഖറല്ലാഹു 99 റഹ്മ, 99 കാരുണ്യം അല്ലാഹു മാറ്റി വെച്ചിരിക്കുകയാണ്. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന്റെ അടിമകൾക്ക് കാരുണ്യമായി ആ 99 അല്ലാഹു ഉപയോഗിക്കും. അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമ്മെ പൊതിയുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അർ റഹ്മാൻ എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായത്തിന്റെ പേര് അർ റഹ്മാൻ, പരമകാരുണികൻ, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവൻ എന്നർത്ഥമുള്ള ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ അർ റഹ്മാൻ, അല്ലേ, പരമകാരുണികൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഈ അർ റഹ്മാൻ എന്ന നാമം അർ റഹീം എന്ന നാമത്തോട് ചേർന്ന് വന്നിട്ടുള്ളത് 6 സ്ഥലങ്ങളിലാണ്. അർ റഹ്മാൻ എന്ന നാമം അർ റഹീം എന്ന നാമത്തോട് 6 സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ആയത്തിൽ തന്നെ അർ റഹ്മാൻ എന്ന് 2 തവണ വന്നിട്ടുള്ള ഒരു ആയത്ത് മാത്രമേ ഖുർആനിലുള്ളൂ. ഒറ്റ ആയത്തിൽ തന്നെ 2 തവണ അർ റഹ്മാൻ അർ റഹ്മാൻ എന്ന നാമം ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരായത്താണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 60-ാമത്തെ ആയത്ത്. എന്താണ് പ്രസ്തുത ആയത്ത്? വഇദാ ഖീല ലഹുമുസ്ജുദൂ ലിർറഹ്മാൻ ഖാലൂ വമർ റഹ്മാൻ അനസ്ജുദു ലിമാ തഅ്മുറുനാ വസാദഹും നുഫൂറ എന്ന് പറയുന്ന ആയത്തിലാണ് അല്ലാഹുവിന്റെ അർ റഹ്മാൻ എന്ന നാമം 2 തവണ ആവർത്തിച്ചു വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആ അധ്യായം സൂറത്തുൽ ഫുർഖാൻ അതിന്റെ അവസാന ഭാഗത്ത് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയപ്പോൾ ആ വിഭാഗത്തിന്റെ പേരെന്താണ്? ഇബാദുർ റഹ്മാൻ. അർ റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്ന്, ഇബാദുർ റഹ്മാൻ എന്ന് ഒരു പ്രത്യേകം വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് റഹ്മാനായ അല്ലാഹുവിന്റെ കാരുണ്യം അത് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം പാരത്രിക ലോകത്തെ സ്വർഗപ്രവേശനമാണെങ്കിൽ ആ സ്വർഗത്തിന് അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള വാക്ക് സ്വർഗം അല്ലാഹുവിന്റെ റഹ്മത്താണ് എന്നാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇഹ്തജ്ജത്തിൻ നാറു വൽ ജന്ന, സ്വർഗവും നരകവും തമ്മിൽ വാഗ്വാദമുണ്ടായി. ഫഖാലത്ത്, നരകം പറഞ്ഞു, ഹാദിഹി യദ്ഖുലുനി അൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളും സ്വേച്ഛാധിപതികളും ഞാനെന്ന ഭാവത്തോടെ അഹംഭാവത്തോടെ നടന്നവരുമൊക്കെ എന്നിലേക്കാ പ്രവേശിക്കുക. അപ്പോൾ സ്വർഗം പറഞ്ഞു, ഹാദിഹി യദ്ഖുലുനി അൽ ളുഅഫാ വൽ മസാക്കീൻ, പാവങ്ങളും അഗതികളുമൊക്കെ ദുർബലരൊക്കെ എന്നിലേക്കാ പ്രവേശിക്കുക. ഫഖാല അല്ലാഹു അസ്സ വജല്ല ലിഹാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് പറഞ്ഞു, അൻതി അദാബി ഉഅദ്ദിബു ബികി മൻ അശാ, നീ എന്റെ ശിക്ഷയാണ്, നിന്നെക്കൊണ്ട് ഞാൻ എനിക്കുദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് സ്വർഗത്തോട് അല്ലാഹു പറഞ്ഞു, അൻതി റഹ്മതി, സ്വർഗമേ നീ എന്റെ കാരുണ്യമാണ്, അർഹമു ബികി മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിന്നെക്കൊണ്ടുള്ള റഹ്മത്ത് ഞാൻ ചൊരിഞ്ഞു കൊടുക്കും, അഥവാ നിന്നിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ പ്രവേശിപ്പിക്കും എന്ന് അല്ലാഹു പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ നിരന്തരമായി അല്ലാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഖുർആൻ പറയാണ്, അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ,
അർ-റഹ്മാൻ പരമകാരുണികനായ അല്ലാഹു ഉണ്ടല്ലോ, അലൽ അർശി ഇസ്തവ, അവൻ സിംഹാസനത്തുമേൽ ഉപവിഷ്ടനായിരിക്കുകയാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുമ്മസ്തവ അലൽ അർശി അർ-റഹ്മാൻ എന്ന് സൂറത്തുൽ ഫുർഖാനിലെ 59-ലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അർ-റഹ്മാൻ എന്ന നാമം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന വ്യത്യസ്ത നേട്ടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഉഹദ് പർവ്വതത്തോളം കടം ഉണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടിത്തരാൻ നിന്നെ സഹായിക്കാൻ കാരണമാകുന്ന പ്രാർത്ഥന എന്നാണ്. ഇമാം തൊബറാനി റഹിമഹുല്ല കുറ്റമറ്റ പരമ്പരയിലൂടെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഉഹദ് മല എന്ന് പറയുമ്പോൾ 20ഓളം കിലോമീറ്റർ ചുറ്റളവിലുള്ള മദീനയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു പർവ്വതമാണ്. അത്രത്തോളം കടബാധ്യതയുണ്ടെങ്കിൽ പോലും അത് വീട്ടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനുദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ തുഅ്തിഹിമാ മൻ തശാ യുർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തിൻ മിൻ സിവാക്. അല്പം ദീർഘമായൊരു പ്രാർത്ഥനയാണ്. വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് ആ പ്രാർത്ഥന നമുക്ക് ക്ലാസ്സിൽ പ്രിന്റ് നൽകി കൊടുക്കാവുന്നതാണ്. പ്രിന്റ് എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിതരണം ചെയ്യാം. ഞാൻ പറഞ്ഞത്, അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അർ-റഹ്മാൻ എന്ന ആ നാമത്തെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ധാരാളം നേട്ടങ്ങൾ അതിലൂടെ നമുക്കുണ്ട് എന്നാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് അള്ളാഹു റഹീം കൂടിയാണ്. നമ്മളോട് പ്രത്യേകം കാണിക്കുന്ന കാരുണ്യമാണ് അർ-റഹീം എന്ന നാമത്തെ അറിയിക്കുന്നത്. അത് എല്ലാവർക്കും ലഭിക്കുകയില്ല. അവനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു റഹീമാവുക. ഖുർആനിൽ 114 സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഈ നാമം പ്രത്യേക കാരുണ്യത്തിന്റെ ഉടമയാണ് അള്ളാഹു എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പൊതുവായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയൂതൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. വിശ്വസിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാരോ അവർക്കാണ് അള്ളാഹു റഹീമാവുക, അള്ളാഹു കരുണ ചൊരിയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി നമുക്ക് പഠിപ്പിച്ചു തന്നു. തിരുദൂതർ തന്നെ പറയുകയുണ്ടായി, ലൗ അന്നൽ ഇബാദ ലം യുദ്നിബു ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂന സുമ്മ യഗ്ഫിറു ലഹും വഹുവൽ ഗഫൂറുർ റഹീം. ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെയാണ് ഇവിടെ അള്ളാഹു കാണുന്നതെങ്കിൽ അവരെ നീക്കി തെറ്റുകൾ സംഭവിക്കുന്നവരെ അള്ളാഹു കൊണ്ടുവരും. എന്നിട്ട് തെറ്റ് സംഭവിക്കുന്നവർ തൗബ ചെയ്യുമ്പോൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, ഏറെ പൊറുക്കുന്നവനാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നത് നമ്മുടെ ആഗ്രഹമായി മാറണം. റഹ്മത്ത് ലഭിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ അതിയായ ആഗ്രഹമാകണം. ഇപ്പം നമ്മൾ എപ്പോഴൊക്കെയാണ് റഹ്മത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നത് അല്ലേ? പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹു നിന്റെ മേൽ രക്ഷ ചൊരിയട്ടെ, വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തും നിനക്കുണ്ടാകട്ടെ. ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി തശ്മീത്തിനെ ചോദിക്കും. എന്താ തശ്മീത്ത്? എന്താ വാചകം? യർഹമുക്കല്ലാഹ്,
അള്ളാഹു നിനക്ക് കരുണ ചൊരിയട്ടെ. സഹോദരങ്ങളെ, ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും റഹ്മഹുല്ലാ, റഹ്മത്തുല്ലാഹി അലൈഹി, അള്ളാഹു അയാളുടെ മേൽ കരുണ ചൊരിയട്ടെ എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ഈ റഹ്മത്ത് എന്ന വാക്കിന്റെ അർത്ഥം? കേവലം ഒരു കാരുണ്യം എന്ന് മലയാളത്തിൽ പറഞ്ഞ് ഒതുക്കാവുന്ന ഒരു അർത്ഥമല്ല റഹ്മത്ത് എന്ന വാക്കിനുള്ളത്. മറിച്ച് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, 3 കാര്യങ്ങളാണ് ആ റഹ്മത്ത് എന്ന വാക്കിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, നിന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. 2, നിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ. 3, നിന്റെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിനക്ക് സഫലമാക്കി തരട്ടെ. എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, റഹ്മത്ത് അള്ളാഹ് നിനക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം വന്നു? നിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരട്ടെ, അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ, നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ആ ഒരു റഹ്മത്തിനു വേണ്ടി നമ്മൾ എപ്പോഴും കൊതിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തന്നെ അവന്റെ അമല് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ ആരെയും അവന്റെ അമല് സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല, പ്രവേശിപ്പിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കുകയാണ്, വലാ അൻത യാ റസൂലല്ലാഹ്, റസൂലെ നിങ്ങൾ പോകൂലേ? അത്രയും അമലുകളാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. രാത്രിയിൽ ദീർഘനേരം നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വരുമാറ് അധ്വാനിക്കുന്ന പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, റസൂലെ നിങ്ങളോ? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന, ഞാനും പോകൂല. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി മിൻഹു വഫളൽ, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടി പുതച്ചാലല്ലാതെ, എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലാതെ നമുക്കൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ റഹ്മതക അർജു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ വഅസ്ലിഹി ലി ശഅനി കുല്ലഹ്. അല്ലാഹുവേ, നിന്റെ കാരുണ്യമാണ് എൻ്റെ പ്രതീക്ഷ. ഒരു കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും എന്നെ നീ കൈവിടല്ലേ, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തിനധികം ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാം, ഭാര്യ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, രണ്ടുപേരും അള്ളാഹുവിന്റെ വിധി എന്നോണം വിലക്കപ്പെട്ട മരത്തിലെ പഴം തിന്നു പോവുക വഴി അവർക്ക് സംഭവിച്ച അബദ്ധം ബോധ്യപ്പെട്ടപ്പോൾ പറഞ്ഞ വാചകം എന്താണ്? റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്താ പറഞ്ഞത്? പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അല്ലാഹ് പുറത്തു തരണേ, കരുണ കാണിക്കണേ. അപ്പൊ ഇത് എല്ലാവരുടെയും പ്രാർത്ഥനാ വാചകമായിരുന്നു. പടച്ചോനെ റഹ്മത്ത് ചെയ്യണേ, നീ റഹ്മാനാണല്ലോ, നീ റഹീമാണല്ലോ, അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ ചൊരിയണേ എന്ന ആഗ്രഹം, പ്രാർത്ഥന നമുക്ക് വേണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലും ഇതേ ആശയം, നൂഹ് നബി അലൈഹിസ്സലാം റഹ്മത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത തീഹ് മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങി പ്രയാസപ്പെടേണ്ടി വന്നപ്പോൾ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ നീ ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ എന്നായിരുന്നു എന്ന് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങളിലെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ എന്ന പ്രവാചകന്റെ പ്രാർത്ഥന. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിലെ ആ വാചകം കേൾക്കാൻ കഴിയാത്ത വിധം പതുക്കെയും പെട്ടെന്ന് മനസ്സിലാകാത്ത വിധം പ്രയാസത്തിൽപ്പെട്ടുകൊണ്ടുമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചെവി പ്രവാചകന്റെ ചുണ്ടുകളിലേക്ക് ചേർത്തി വെച്ചപ്പോൾ റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ എന്നോട് കരുണ ചൊരിയണേ, അല്ലാഹുവേ നിന്റെ ഉന്നതന്മാരായ അടിമകളിലോടൊപ്പം എന്നെ ചേർക്കണമേ. സഹോദരങ്ങളെ, ആദ്യത്തെ നബി മുതൽ അവസാനത്തെ പ്രവാചകന്റെ അവസാനത്തെ നിമിഷം വരെ, ആദ്യത്തെ പ്രവാചകന്റെ ആദ്യത്തെ തെറ്റുബോധ്യപ്പെട്ട സന്ദർഭം മുതൽ
അവസാനത്തെ പ്രവാചകന്റെ അവസാനത്തെ നിമിഷങ്ങൾ വരെ പ്രാർത്ഥിച്ചത് റഹ്മത്തിനു വേണ്ടിയാണെങ്കിൽ നിരന്തരമായി ആ റഹ്മത്തിനു വേണ്ടി നമ്മൾ തേടണം. ഒരിക്കൽ ത്വാരിഖ് ബിനു അശ്യം അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായും എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പെരുവിരൽ ഒഴികെയുള്ള 4 വിരലുകൾ ചേർത്ത് പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 4 ഉണ്ടല്ലോ, നിനക്ക് ദീനും ദുനിയാവും വാങ്ങിത്തരും. നിന്റെ ദീനും നിന്റെ ദുനിയാവും ശരിയാകാൻ ഈ 4 കാര്യത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഏതാണ്? അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ. വർഹംനി, അല്ലാഹുവേ എന്നോട് കരുണ ചൊരിയണേ. വആഫിനി, അല്ലാഹുവേ നീ എനിക്ക് സൗഖ്യം തരണേ. വർസുഖ്നി, അല്ലാഹുവേ നീ എനിക്ക് ഉപജീവനം വിശാലമാക്കി തരണേ. സഹോദരങ്ങളെ, പാപങ്ങൾ പുറത്തു കിട്ടുക, കരുണ ലഭിക്കുക, ആഫിയത്ത് ലഭിക്കുക, റിസ്ക് ലഭിക്കുക എന്നിവ ദീനും ദുനിയാവും വാങ്ങിത്തരുന്ന കാര്യമാണ് എന്ന് അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇനി വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടാനുള്ള പ്രത്യേകം ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കുക, ഖുർആനും സുന്നത്തും സ്വീകരിക്കുക എന്നും വേണമെങ്കിൽ അതിനർത്ഥം പറയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതിഉല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കുവിൻ, ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് കരുണ ലഭിച്ചേക്കാം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കും. എന്തു വേണം? അതിഉല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം എന്ന് 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 132-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും വിശുദ്ധ ഖുർആൻ പിൻപറ്റുകയും ചെയ്യുക എന്നത് അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ നമ്മെ സഹായിക്കുന്ന 2-ാമത്തെ കാര്യമാണ്. 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 155-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് ഫത്തബിഊഹു വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം ഖുർആൻ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുകയാണ്. ഫത്തബിഊഹു, നിങ്ങളത് പിൻപറ്റണം. വത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തി ജീവിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും എന്ന് 6-ാം അധ്യായം 155-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് മൗനം ദീക്ഷിച്ചിരിക്കുക എന്നത് പ്രത്യേകം അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ സഹായിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകം കരുണ ചൊരിയാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ മൗനം ദീക്ഷിച്ച് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ സഹായകമാകുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 204-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. വഇദാ ഖുരിഅൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്തമിഉ ലഹു, നിങ്ങൾ അതിന് ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ തന്നെ 56-ാമത്തെ ആയത്തിൽ മുഹ്സിനീങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അടുത്തുള്ളത് എന്ന് അള്ളാഹു പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അത് 2 കാര്യം വരും. ഒന്ന്, അള്ളാഹുവിനോടുള്ള ഇഹ്സാനി എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ചെയ്യേണ്ട രൂപത്തിൽ അള്ളാഹ് കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ചെയ്യലാണ്. പടപ്പുകളോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറലാണ്. ഒരു ജീവിയോട് പോലും അതിനെ അറിവ് നടത്തുമ്പോൾ പോലും മൂർച്ചയുള്ള ആയുധമെടുത്തിട്ടായിരിക്കണം
വേഗത്തിൽ അതിനെ അറുക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ അറവ് നടത്തേണ്ടത് എന്ന് പറഞ്ഞത് ആ ജീവിയോടുള്ള ഇഹ്സാനാണ്. അത്തരം മുഹ്സിനുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്. 7-ാം അധ്യായം 56-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. കുഴപ്പങ്ങൾ നല്ല അവസ്ഥക്ക് ശേഷം ഭൂമിയിൽ നിങ്ങൾ ഉണ്ടാക്കരുത്. വദ്ഉഹു ഖൗഫൻ വതമഅ. അള്ളാഹുവിനോട് പ്രതീക്ഷയോടെ ഭയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. തീർച്ചയായും മുഹ്സിനുകൾക്കാകുന്നു അള്ളാഹുവിന്റെ കാരുണ്യം അടുത്തുള്ളത്. ഇമാം ഷൻഖീതി റഹ്മഹുല്ലാ അൽവാഉൽ ബയാൻ എന്ന തഫ്സീറിന്റെ ഉടമയാണ്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് വിശദീകരിക്കുന്ന തഫ്സീറാണ് അൽവാഉൽ ബയാൻ. ഈ ആയത്ത് അദ്ദേഹം വിശദീകരിക്കാൻ വേണ്ടി ഓരോ ആയത്തുകളും ഖുർആനിൽ നിന്ന് ഇങ്ങനെ വിശദീകരിച്ചു പോകുമ്പോൾ ഈ ആയത്തെത്തിയ അദ്ദേഹം മഗ്രിബിന് ഇരുന്ന് ഇശാ വരെ കരയുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതും ഇഹ്സാൻ നഷ്ടപ്പെടുന്നതും നേർക്കുനേരെ കാണുന്ന അദ്ദേഹം ആയത്ത് വിശദീകരിക്കാനാകാതെ കരഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ സഹോദരങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ നടത്തുക എന്നത്. വിശുദ്ധ ഖുർആനിൽ 27-ാം അധ്യായത്തിൽ 46-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്. 27-ാം അധ്യായം 46-ാം വചനം. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്. എന്താ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാത്തത്? എന്താ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കാത്തത്? ലഅല്ലക്കും തുർഹമൂൻ. ചോദിച്ചാൽ അള്ളാഹിന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടൂലേ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? റബ്ബിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഒഴുകിയെത്തില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കിടയിൽ ആളുകൾക്കിടയിൽ പിണക്കമുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കുക, സുൽഹുണ്ടാക്കുക. ഇത് അല്ലാഹു കരുണ ചൊരിയാൻ കാരണമാകുന്ന പ്രത്യേക നന്മയാണ്. വിശുദ്ധ ഖുർആനിൽ 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിന്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. തീർച്ചയായും വിശ്വാസികൾ സഹോദരങ്ങൾ തന്നെയാണ്. ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വർഷിക്കും. സഹോദരങ്ങളെ, ദീർഘമായി പറയാൻ സമയമില്ലെന്നറിയാം. അള്ളാഹു നമ്മളോട് കരുണ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ പരസ്പരം കരുണയുള്ളവരാവുക. പടപ്പുകൾ പരസ്പരം കരുണ കാണിച്ചാൽ പടച്ചവൻ പടപ്പുകൾക്ക് കരുണ ചൊരിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവിൻ, ഉപരിയിലുള്ളവൻ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹുവിനെ ചുംബിക്കുന്നത് കണ്ടിട്ട് ഒരു അറാബി അഖ്റബ് ബിൻ ഹാബിസ് റളിയല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ മക്കളെ ചുംബിക്കുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം. കരുണ കാണിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയും ഇല്ല. ഇത് കരുണയുടെ ഭാഗമാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു സംഘം അറാബികൾ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ മക്കളെ ചുംബിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യത്തെ ഊരിയെടുത്താൽ അത് നിക്ഷേപിക്കാനുള്ള ഉടമസ്ഥതയൊന്നും എനിക്കില്ലല്ലോ. സഹോദരങ്ങൾ, ഇങ്ങനെ എത്ര സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ പ്രവാചകന്റെ അരികിലേക്ക് ആളെ പറഞ്ഞയക്കുകയാണ്. അവരുടെ കുട്ടി സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുട്ടി മരിക്കാനായിട്ടുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളോട് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു തരും, അവൻ തന്നത് അവൻ എടുക്കും എന്ന് പറഞ്ഞേക്ക്. അവർ ചെന്നു പറഞ്ഞപ്പോ കുട്ടിയുടെ അവസ്ഥ മൂർച്ഛിച്ചിട്ടുണ്ട്, വീണ്ടും പറഞ്ഞയച്ചു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്നു. അവസ്ഥ കണ്ടപ്പോൾ, ആ മരണാസന്നനായി കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ കണ്ട് പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, റസൂലേ നിങ്ങൾ കരയാണോ? കാരണം മരിച്ചതിന്റെ പേര് വിലപിച്ച് ശബ്ദമുണ്ടാക്കി കരയാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവർ വിചാരിച്ചത് തീരെ കണ്ണുനീര് തന്നെ വരാൻ പാടില്ല എന്ന്. അവർ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി റഹ്മ. ഇത് കാരുണ്യമാണ്, കരുണയുള്ളവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന കാരുണ്യമാണ്.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ ഒരു പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ, അവൻ്റെ പ്രവാചകന്റെ വചനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് സന്തോഷിക്കാൻ വകുപ്പുള്ളൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിന് 4 കാര്യങ്ങളുണ്ട്. ഗശിയതുഹുമുർ റഹ്മ, നസലത് അലൈഹിമുസ് സകീന, വഗശിയതുഹുമുർ റഹ്മ, വഹഫത്തുഹുമുൽ മലായിക, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്. അള്ളാഹു സമാധാനം ഇറക്കിത്തരും. അവന്റെ കാരുണ്യം കൊണ്ട് അവനെ അള്ളാഹു അവരെ മൂടും, പൊതിയും. മലക്കുകൾ അവരെ വലയം ചെയ്ത് സുരക്ഷിതത്വം നൽകും. അള്ളാഹു അവന്റെ അടിമകളോട് ഇവരെക്കുറിച്ച് ഓർക്കും, പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു പ്രാർത്ഥന തന്നെ, റബ്ബന അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി, റബ്ബനയല്ല, അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ദുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, കരുണ ചൊരിയണേ എന്ന പ്രാർത്ഥന നിസ്കാരത്തിൽ സലാം വിട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയായി ചൊല്ലാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്തരം പ്രാർത്ഥനകൾ നാം പ്രാവർത്തികമാക്കുക. റഹ്മാനായ റഹീമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി നാം തേടുക, ആഗ്രഹിക്കുക. അങ്ങനെ അവൻ്റെ കാരുണ്യത്തിൻ്റെ ശീതള ഛായയിൽ ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.